നമ്മൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരു 6 മിനിറ്റിനുള്ളിൽ ഒരു നാൻ ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നമുക്ക് കാണാം 2 ടൈപ്പ് റെസിപ്പി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഒതൻറ്റിക് സ്റ്റൈൽ റെസിപ്പി, 2 സിമ്പിൾ റെസിപ്പി. നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാം. ഇതിൽ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി നമുക്ക് വീട്ടിലെല്ലാവർക്കും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് നാൻ ഉണ്ടാക്കാനുള്ളൊരു റെസിപ്പിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 100 ഗ്രാം പഞ്ചസാരയും 80 ഗ്രാം ഉപ്പും നമ്മൾ അളന്നെടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു 3 ലിറ്റർ വെള്ളത്തിൽ നമ്മളിത് കുതിർത്ത് നന്നായിട്ട് അലിയാവുന്ന രീതിയിൽ നമ്മളിത് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഈ വെള്ളം നമ്മൾ തിളപ്പിച്ച് അത് ചൂടാറ്റാൻ വേണ്ടിയിട്ട് വയ്ക്കുക. നമ്മുടെ ഒരുപാട് ചൂടാറേണ്ട ആവശ്യമില്ല. നമ്മൾ മൈദയിൽ മുക്കി കഴിയുമ്പോൾ നമ്മുടെ കൈ പൊള്ളാൻ പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഉള്ള ചൂട് വേണം നമുക്ക് ഈ വെള്ളത്തിനുണ്ടാവാൻ. കാരണം ഈ ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ കുഴച്ച് കഴിയുമ്പോഴാണ് നാൻ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടിരിക്കുക. അത് വേറെ ആരും പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാനൊരു ഹെഡ് ഷെഫാണ് ഇവിടുത്തെ. അപ്പോൾ ഞാനൊരു പ്രോ ടിപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതിനകത്തിപ്പോൾ നമ്മൾ ഒരു 5 കിലോ പറഞ്ഞതുപോലെ തന്നെ ഒരു 5 കിലോ മൈദ നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. അതിനകത്ത് നമ്മൾ ഈ ചൂടാറ്റിയിരിക്കുന്ന ആ ഒരു വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അത് ഒരുമിച്ച് വെള്ളം നമ്മൾ ഒഴിക്കരുത്. അതിനകത്തേക്ക് ഒരിക്കലും നമ്മൾ ഒഴിക്കരുത്. അത് നമ്മൾ കുറച്ച് ആദ്യം ഒഴിക്കണം. ആ ഒരു മൈദ ചുറ്റും കിടക്കുന്ന ആ ഒരു മൈദ ഒന്ന് കുഴഞ്ഞു വരുന്ന രീതിയിൽ വേണം ആദ്യം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം പതിയെ നമ്മൾ ഈ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് നല്ല രീതിയിൽ സോഫ്റ്റാക്കി എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒതൻറ്റിക് സ്റ്റൈലിലുള്ള റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ആദ്യം തന്നെ നിങ്ങളൊരു 5 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, അത് ഡ്രൈ ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം അതൊന്ന് എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഈ ഒരു 500 മില്ലി ലിറ്റർ പാല് ആദ്യം ഒന്ന് ഇളക്കി കുതിർക്കാൻ വയ്ക്കുക. അത് പാല് കുറച്ച് ഒരു ഇളം ചൂട് തന്നെ ഉണ്ടാവണം. കാരണം ഇളം ചൂടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈസ്റ്റ് അതിനകത്ത് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾക്കൊരു ഈസ്റ്റ് കുറച്ചും കൂടി സ്പീഡിൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയും ഉപ്പും കൂടി ഈ ഒരു പാലിൽ നമ്മൾ കലക്കിയിട്ട് ഈ ഒരു ഈസ്റ്റിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വർക്ക് ചെയ്യും. കാരണം അതൊരു പഞ്ചസാരയും ഉപ്പും നമ്മുടെ ഈസ്റ്റിൻ്റെ ഒരു ഭക്ഷണമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഇളം ചൂടായിട്ടുള്ള പാലിൽ നമ്മൾ മിക്സ് ചെയ്ത് ഈ ഒരു ഈസ്റ്റിലേക്ക് ഇടുമ്പോൾ അത് പെട്ടെന്ന് ആക്റ്റീവ് ആവും. അങ്ങനെ ഒരു 10 മിനിറ്റ് നമ്മൾ ഈ ഒരു പാലും ഈസ്റ്റും കൂടി കലക്കിയിട്ടുള്ള ആ ഒരു മിശ്രിതം നമ്മൾ മാറ്റി വയ്ക്കുക. ശേഷം നമ്മൾ ഈ 3 ലിറ്റർ ലൂക്ക് വാം വാട്ടർ എടുത്തിട്ട് ഈ മൈദയിലേക്ക് ഇടുന്ന ആ കൂട്ടത്തിൽ തന്നെ ഈ ഒരു പാലിൻ്റെയും ഈസ്റ്റിൻ്റെയും മിക്സും കൂടി അതിനകത്തേക്ക് ഇടുക. ശേഷം അതിനകത്തേക്ക് നമ്മൾ ഒരു 700 ഗ്രാം തൈരും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നാൻ കുഴച്ച് ഈ ഒരു സ്റ്റേജിലായി കഴിയുമ്പോൾ നമ്മൾ ഒതൻറ്റിക് സ്റ്റൈലിലായാലും സിമ്പിൾ റെസിപ്പിയിലായാലും ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. നമ്മൾ ഒരിക്കലും പൊറോട്ട മാവിന് കുഴയ്ക്കുന്നത് പോലെ നാൻ കുഴയ്ക്കരുത്. അങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടില്ല. ഇങ്ങനെ നമ്മുടെ മുഷ്ടി കൊണ്ട് നമ്മൾ പഞ്ച് ചെയ്യുന്നത് പോലെ വേണം നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാനിലേക്ക് എയർ കയറി അത് സോഫ്റ്റ് ആവും. നമ്മളിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക. അതിപ്പോൾ സിമ്പിൾ റെസിപ്പിയിലായാലും ഒതൻറ്റിക് റെസിപ്പിയിലായാലും ഒരു 10 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക. ശേഷം നമ്മൾ ഇതിനെ ചെറിയ ഉരുളകളായിട്ട് മാറ്റിയിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കൈപ്പത്തിയുടെ ഉള്ളിൽ ഒതുങ്ങാവുന്ന രീതിയിലാണ് നമ്മൾ ഒരു ഉരുള ചെയ്യുന്നത്. നമ്മളിപ്പോൾ വീട്ടിലേക്കാകുമ്പോൾ നമുക്കിപ്പോൾ അത്രയും സൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുതായിട്ട് എടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ ഉരുട്ടി സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ശേഷം നമ്മൾ പൊറോട്ട മാവിന് ചെയ്യുന്നത് പോലെ തന്നെ ഒരു 10 മിനിറ്റ് വീണ്ടും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അതിൻ്റെ റെസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഉരുട്ടി വെച്ചേക്കുന്ന ഉരുള പെട്ടെന്ന് ഡ്രൈ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്കും കൂടി കുറച്ച് എണ്ണ ഒഴിക്കുക. ഇനി ഒരു മണിക്കൂർ നേരം നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് പാത്രത്തിലാണോ അങ്ങനെ വെച്ചിട്ട് റെസ്റ്റ് ചെയ്ത് ശേഷം നിങ്ങൾക്ക് നാൻ പരത്തി നിങ്ങൾക്കിപ്പോൾ ഓവനില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടല്ലോ, അതിനകത്തായാലും ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നാൻ നിങ്ങൾക്ക് കിട്ടും.
ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ബട്ടർ നാൻ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ചീസ് നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൂടാതെ നമുക്കിപ്പോൾ പനീർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പനീറായാലും നമുക്ക് ഗ്രേറ്റ് ചെയ്ത് അതിനകത്തേക്ക് ഒണിയനും ചില്ലി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക്